അല്പസമയത്തിനകം ഇന്ത്യൻ ബഹിരാകാശ യാത്രക്കാരൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് കടക്കും. ഡോക്കിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാകും ശുഭാംശു ശുക്ല. അത് 140 കോടി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷമാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. The Dragon spacecraft right now sitting at waypoint 2, just 20 meters away. വെറും 20 മീറ്ററുകൾ അകലെ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം, സെക്കൻഡുകൾക്കകം Dragon attitude is as expected. Houston copies. Station Houston on the Big Loop. Dragon is on final approach and is go for docking. Monitor per steps 5 and 6 and 1.102. Station copies. Monitoring per steps 5 and 6. യെസ്, ആ ചരിത്ര നിമിഷത്തിന് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു നമ്മൾ. പ്രേക്ഷകരും അവരുടെ അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ പൊതുവേദിയുമായി പങ്കുവയ്ക്കും. 14 ദിവസം നീളുന്നൊരു ദൗത്യത്തിനാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുള്ളത്. എന്നോടൊപ്പം അജയ് സയൻസ് ഡെസ്കിൽ നിന്ന് അജയ് ചേരും. അജയ് സുധ ബിജു, ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലേക്ക് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സമയം, ആക്സിയം 4 ദൗത്യത്തിന്റെ ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്ക് കടക്കുന്നു. പേടകം ബഹിരാകാശ നിലയവുമായി കൂട്ടിച്ചേരുന്ന ഡോക്കിംഗ് പ്രക്രിയ, അതിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആക്സിയം 4 മിഷന്റെ പൈലറ്റാണ് ശുഭാംശു. ഡോക്കിങ്ങിൽ നിർണായക പങ്ക് വഹിക്കുന്നതും ശുഭാംശു ശുക്ല തന്നെ. അജയ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? മനു, ഇപ്പോൾ ഏതാണ്ട് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ വേഗത കൈവരിച്ച് അതിന്റെ തൊട്ടടുത്ത്, അതായത് ഡോക്കിങ്ങിന് ഇനി 1 മിനിറ്റിൽ താഴെ മാത്രമേ സമയം ബാക്കിയുള്ളൂ. 26,482 km/h വേഗതയിൽ സഞ്ചരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ അതേ വേഗതയിൽ ഇപ്പോൾ വെറും 20 മീറ്റർ മാത്രം അകലെ നിന്ന് ഡോക്കിംഗ് പ്രക്രിയ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്കിംഗ് പ്രക്രിയ നമുക്കറിയാം, ഇപ്പോൾ ഡോക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്തുള്ളതും അതുപോലെ തന്നെ ഡ്രാഗൺ പേടകത്തിനകത്തുള്ള പ്രഷർ ഈക്വലൈസ് ചെയ്യണം. അതിനുശേഷമായിരിക്കും അതിൻ്റെ വാക്വം തുറന്നുവിട്ട് പിന്നെ സഞ്ചാരികൾക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പൈലറ്റ് നമുക്കറിയാം, ഇതിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത് ശുഭാംശു ശുക്ലയാണ്. പക്ഷേ ശുഭാംശു ശുക്ലയ്ക്ക് ഉൾപ്പെടെ അങ്ങനെ വലിയൊരു റോള് ഇതിനകത്ത് ഈ ഡോക്കിംഗ് പ്രക്രിയയിൽ അധികമില്ല. ഈ നാസയുടെ ജോൺസൺസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്നായിരിക്കും ഇതിന്റെ കൂടുതൽ കൺട്രോളുകൾ ഉണ്ടാവുക. കൂടുതൽ ഓട്ടോണോമസ് ആയിട്ടായിരിക്കും കൺട്രോളുകൾ നടക്കുന്നത്. അപ്പോൾ ബഹിരാകാശ നിലയത്തിനകത്ത് ഇപ്പോൾ ഈ പേടകത്തിനകത്ത്, ഡ്രാഗൺ പേടകത്തിനകത്ത് നിന്ന് കൺട്രോളുകൾ നിയന്ത്രിക്കുകയും അതിനനുസരിച്ചുള്ള കമാൻഡുകൾ അത് ഭൂമിയിലേക്ക് നൽകുന്ന തരത്തിലുള്ള ചുമതലകളായിരിക്കും ഇപ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക. ഭൂമിയിൽ നിന്നായിരിക്കും അതിൻ്റെ ഡോക്കിംഗ് പ്രക്രിയ, മറ്റു കാര്യങ്ങൾക്കുള്ള കൂടുതൽ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ കമാൻഡുകൾ സ്വീകരിച്ചതിന് ശേഷം അതിനകത്തുള്ള മറ്റ് പ്രൊസീജിയേഴ്സ് മാത്രമായിരിക്കും ശുഭാംശു ശുക്ലയും അതുപോലെ തന്നെ മറ്റാളുകളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ അതിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു റോള് ഭൂമിയിൽ നിന്ന് ജോൺസൺസ് സ്പേസ് സെൻറ്ററിൽ നിന്നും ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്ന ആ ചുമതല, അതായത് ഈ മിഷന്റെ ഒരു സാരഥിയായിട്ട് തന്നെ ശുഭാംശു ശുക്ല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്കിംഗ് ഇപ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ നടക്കും. അതിൻ്റെ ഏറ്റവും സമീപത്ത് എത്തിക്കഴിഞ്ഞു മനു.